ഹായ് ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്തുകൊണ്ട് നമ്മളിലേക്ക് ദുഃഖം രോഗം വരുന്നു, 2 കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം വന്ന കാർഡ് 2 ഓഫ് കപ്സ് ആണ്. ഇത് ഒരു ഇമോഷണൽ കാർഡാണ്. അതായത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങൾ അമിതമായി ഏറ്റെടുക്കുകയോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ക്ഷീണത്തിനും ദുഃഖത്തിനും കാരണമാവാം. ക്ഷമിക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന വേദനയോ പരിഹരിക്കാത്ത കുടുംബ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളിൽ ഭാരമായി തുടരാം. ചിലപ്പോൾ ശാരീരികവും മാനസികവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കാം എന്ന ഓർമ്മപ്പെടുത്തലാണ് കാർഡ് നൽകുന്നത്. ഇതിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ചോദിച്ചപ്പോൾ 7 ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പല ചിന്തകളും ഉണ്ടാവാം. സംശയങ്ങളും പല സാധ്യതകളും മനസ്സിൽ നിറയാം. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, എന്നാൽ മനസ്സിന് സമാധാനം കിട്ടും, അല്ലെങ്കിൽ അവരോട് പോയി രമ്യപ്പെടാം, അല്ലെങ്കിൽ അവരോട് ഇനി ഒരു കാലത്തും മിണ്ടണ്ട, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ മനസ്സിൽ എടുക്കുന്നുണ്ടാവാം. എന്നാൽ എല്ലാ ചിന്തകളും യാഥാർത്ഥ്യമാവണമെന്നില്ല. ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിലായിരിക്കും സത്യമുണ്ടായിരിക്കുക. എന്തു തന്നെയായാലും വ്യക്തതയോടെ കാര്യങ്ങൾ വിലയിരുത്തി നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണം എന്നാണ് കാർഡ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒന്ന് ഓർമ്മിക്കുക, അതായത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ മാനസിക അവസ്ഥ അത് മെച്ചപ്പെടുത്തേണ്ടത് നമ്മൾ മാത്രമാണ്. അതായത് 2 കാർഡുകളും കൂടി നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും വിട്ടുകളയേണ്ടത് കളയുകയും സൊല്യൂഷൻ എടുക്കുന്നതിന് അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യുക. എന്നിട്ട് മാനസികവും ശാരീരികവുമായ സന്തോഷം, സമാധാനം നിലനിർത്തി മുന്നോട്ട് പോവുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്